ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നമ്മൾ വീണ്ടും ദൈവവചനത്തെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ അടുത്തു വന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ അവൻ നമ്മെ പരിപാലിക്കുന്ന ഓരോ ദിവസവും അതിന് അവനോട് നന്ദി അർപ്പിക്കാം. ലോകത്തിൽ നമ്മുടെ സൃഷ്ടാവിനെ കണ്ടെത്തുവാനും അവൻ നമ്മെ നടത്തുന്ന വിധങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ നമ്മുടെ മേന്മ, അല്ലെങ്കിൽ നമ്മുടെ നേട്ടം അത് തന്നെയാണ്. നശ്വരമായിരിക്കുന്ന ഈ ലോകത്തിൽ ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന, ഇന്ന് വിരിഞ്ഞ് നാളെ വാടിപ്പോകുന്ന പൂക്കൾ സമാനമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ദിവസമെങ്കിലും ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകുന്നുവെങ്കിൽ ആ ദിവസം നമ്മുടെ സൃഷ്ടാവിനെ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം, നേട്ടം എന്ന് നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പറയുമ്പോൾ അനേകരും ഈശ്വര വിശ്വാസികളല്ലാതെ ദൈവനാമത്തെ ദുഷിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന വിശ്വാസികൾ പോലുമുണ്ട്. അപ്പം അത് അങ്ങനെയുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൊക്കെയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് ദൈവവചനം എന്തുമാത്രം വിശുദ്ധ വേദപുസ്തകം വിശ്വസ്തമായ ഒരു ഗ്രന്ഥമാണ് എന്നുള്ളതിന് തെളിവായിട്ടാണ് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഇസ്രയേലിന് നൽകിയിരുന്ന നിയമങ്ങൾ, പ്രമാണങ്ങൾ, അവയെല്ലാം എന്തുമാത്രം നമ്മുടെ ഒരു ജീവിതത്തിന്, ഒരു സമാധാനപൂർണമായ ജീവിതത്തിന് ആവശ്യമാണ് എന്നുള്ള വസ്തുക്കളെക്കുറിച്ചൊക്കെ നാം ചിന്തിച്ചു. ഇന്ന് വീണ്ടും ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം, വിശുദ്ധ വേദപുസ്തകം ദൈവാത്മനിശ്വസ്തമാണ് എന്ന് ഊന്നി ഞാൻ പറയുമ്പോൾ പലരിലും ഉണ്ടാകാവുന്ന ഒരു സംശയമുണ്ട്. എന്താണ് ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ? അത് ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമാണല്ലോ വിശുദ്ധ വേദപുസ്തകം, ബൈബിൾ. എന്നാൽ ഈ ക്രിസ്തീയ മതങ്ങളിൽ കാണുന്ന അനേകം ആചാരങ്ങൾ, ഈ ആചാരങ്ങൾ നമ്മുടെ യുക്തിക്കോ നമ്മുടെ ധർമ്മങ്ങൾക്കോ ഒന്നും നിരക്കാത്ത നിരവധിയായിരിക്കുന്ന ആചാരങ്ങൾ, അവയെ നാം അനാചാരങ്ങൾ എന്ന് പേരിട്ടേ മതിയാവുകയുള്ളൂ. അപ്പൊ ഇതൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വേദപുസ്തകം ഉപദേശിക്കുന്ന തരത്തിലുള്ള ആചാരങ്ങളാണോ ഇവ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ ഈ യുക്തിശൂന്യമായിരിക്കുന്ന, വിശ്വാസയോഗ്യമല്ലാത്ത, വെറും ജാതീയമായിരിക്കുന്ന ആചാരങ്ങൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നതെങ്കിൽ ഈ വേദപുസ്തകം എങ്ങനെ ദൈവാത്മവിശ്വസ്തമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യങ്ങൾ പല വ്യക്തികളിൽ നിന്നും കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച്, വളരെ വിപുലമായിരിക്കുന്ന വിഷയമാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചില വസ്തുതകൾ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് ആമുഖമായി ഞാൻ ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. തെസ്സലോനിക്ക ലേഖനം, 2 തിമോത്തിയോസ് 2 അധ്യായത്തിന്റെ 15 വാക്യം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ഒരുവൻ ദൈവവചനം പ്രസംഗിക്കുന്നുവെങ്കിൽ അത് അവൻ ദൈവത്തിന് കൊള്ളാവുന്നവനായി ഇരിക്കണം. ആ ദൈവവചനം പ്രസംഗിക്കുക വഴി അവൻ ദൈവത്തിന് കൊള്ളാവുന്നവൻ, അല്ലെങ്കിൽ കൊള്ളരുതാത്തവനായി തീരുക എന്ന് വന്നാൽ അത് വലിയ ദുർഗതിയാണ് ആ വ്യക്തിയുടെ. ഇവിടെ അപ്പൊ അവൻ ദൈവത്തിന് കൊള്ളാവുന്നവനായി തീരണമെങ്കിൽ അവൻ ദൈവവചനത്തെ എങ്ങനെ പ്രസംഗിക്കണം? ഇവിടെ പ്രസംഗിക്കുക എന്നുള്ളതിന്റെ ശരിയായ പരിഭാഷ വരേണ്ടത് സത്യവചനത്തെ യഥാർത്ഥമായി വിഭാഗിച്ചുകൊണ്ടെന്നാണ്. ഇപ്പൊ ദൈവവചനത്തെ നാം വിഭാഗിക്കും, നാം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ അവിടെയാണ്. കാരണം പല വാക്യങ്ങളിലും, ദൈവവചനത്തിൽ കണ്ടെത്തുന്ന പല വാക്യങ്ങളും പല ഉപദേശങ്ങളും അത് ഏതെല്ലാം സ്ഥലങ്ങളിൽ കൃത്യമായി ഉപയോഗിക്കേണ്ടതാണ്
എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതാണ് യഥാർത്ഥമായി വിഭാഗിക്കണം. അതിനും നാം ഈ ദൈവിക നിർണയം കൂടുതലായി പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഓരോ കാലത്തിന് യോജ്യമായിരിക്കുന്ന വസ്തുതകളുണ്ട്, ഉപദേശങ്ങളുണ്ട്, വാക്യങ്ങളുണ്ട്. അപ്പൊ യഥാർത്ഥമായി വിഭാഗിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന് കൊള്ളാവുന്നവനായി വേല ചെയ്യുന്നവനാണ് എന്ന് അഭിമാനിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഈ ലോകത്തെ പ്രീതിപ്പെടുത്താൻ, തന്നെ കേൾക്കുന്നവരെ പ്രീതിപ്പെടുത്താൻ, അല്ലെങ്കിൽ തനിക്ക് വലിയൊരു അനുയായികളുടെ സംഘം രൂപീകരിക്കുക, ഇതൊക്കെയാണ് ലക്ഷ്യമെങ്കിൽ, പ്രാസംഗികന്റെ ലക്ഷ്യമെങ്കിൽ, ഉപദേഷ്ടാവിന്റെ ലക്ഷ്യമെങ്കിൽ അവൻ പരാജയപ്പെട്ടു. നാം ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യം നമ്മുടെ നേട്ടങ്ങളോ നമ്മുടെ പ്രശസ്തിയോ നമ്മുടെ ലോകപ്രകാരമുള്ള അംഗീകാരമോ ഒന്നുമല്ല. ഞാൻ തുറന്ന മനസ്സോട് പറയുക. പിന്നെയോ, ഈ ദൈവത്തിന്റെ വചനം മറ്റുള്ളവരുടെ മുൻപാകെ ആ സത്യവചനം ഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ നാമമാണ് മഹത്വപ്പെടുന്നത്. അതാണ് ഒരു പ്രാസംഗികന് വേണ്ട ഏറ്റവും വലിയ അവന്റെ ലക്ഷ്യം. അതായിരിക്കണം. എനിക്ക് എങ്ങനെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും? ദൈവം ഇസ്രായേലിനോട് പറഞ്ഞില്ലേ, നിങ്ങൾ മുഖാന്തരം തന്നെ നിങ്ങൾ എൻ്റെ നാമം അപകീർത്തിപ്പെടുത്തി, പക്ഷെ നിങ്ങളിൽ കൂടെ തന്നെ ഞാൻ എൻ്റെ നാമത്തെ മഹത്വീകരിക്കും എന്ന് ദൈവം പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഓരോ ഉപദേഷ്ടാവിൻ്റെയും അല്ലെങ്കിൽ പ്രാസംഗികന്റെയും സുവിശേഷകന്റെയും ലക്ഷ്യം സ്വന്തം താല്പര്യങ്ങളല്ല, സ്വന്തം ഇഷ്ടങ്ങളല്ല, അതിൻ്റെ അപ്പുറം ദൈവനാമ മഹത്വമായിരിക്കണം. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഇപ്പൊ ദൈവത്തിന്റെ നാമം അല്ലെങ്കിൽ ഇന്ന് ക്രൈസ്തവ സഭകളിൽ കാണുന്ന ആചാരങ്ങൾ അത് ദൈവവചനം അനുശാസിക്കുന്നതാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എങ്കിൽ അത് എങ്ങനെയുള്ളതാണ് എന്ന് കണ്ടെത്തണമെങ്കിൽ ഈ ക്രൈസ്തവ സഭയുടെ ചരിത്രം അത് വളരെ വിപുലമായ ഒന്നാണ്. പക്ഷെ അത് ഭാഗികമായി അല്പമായി നമ്മളൊന്ന് ചിന്തിക്കുക. ഇനി ഇവിടെ ഞാൻ മറ്റൊരു വേദഭാഗം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. തെസലോനിക്ക ലേഖനം 2 തെസലോനി 2-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്: കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുതേ. ഏതു വിധേനയും ആരും നിങ്ങളെ ചതിക്കരുതേ. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ ഉള്ള സകലത്തിലും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഈ ഒരു ഭാഗം ഇത് വളരെ വിശദമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇത് ഒരു എതിർ ക്രിസ്തുവിന്റെ അല്ലെ ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിന്റെ സ്വഭാവം, എതിർ ക്രിസ്തു എങ്ങനെ ഇവിടെ ദൈവ വചനത്തിൽ കൂട്ടുചേർക്കുന്ന മായം ചേർക്കുന്നവരായി തീരും, ഈ ക്രൈസ്തവ സഭ എങ്ങനെ വിശ്വാസത്യാഗിനിയായ ഒരു സഭയായി മാറും എന്നുള്ളതിന്റെ വലിയ ഒരു പ്രവചനമാണ്. ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദൈവാത്മ നിശ്വസ്തതയുടെ തെളിവായി പ്രവചനങ്ങൾ അതിന് വലിയ തെളിവാണ്. ഇത് അപ്പോസ്തലൻ നടത്തിയിരിക്കുന്ന ഒരു പ്രവചനമാണ്. ഭാവിയിൽ അപ്പോസ്തലന്റെ കാലശേഷം ഈ ക്രൈസ്തവ സഭയിൽ സംഭവിക്കാനിരിക്കുന്ന ചില വസ്തുതകളെ അപ്പോസ്തലനോട് എടുത്ത് കാണിക്കുകയാണ്. അപ്പൊ ഇത് അക്ഷരം പ്രതി നമ്മുടെ മുമ്പിൽ നിന്ന് നിവർത്തിയായി കാണുകയാണ്. ഈ വേദഭാഗത്തെ ഇന്ന് അനേക വേദപണ്ഡിതന്മാരും വളരെ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ആരാണ് ഈ എതിർ ക്രിസ്തു? ആ വിഷയത്തിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. എങ്കിലും ഇതിനകത്ത് ഒരു വാക്യം മാത്രം ഞാൻ പറയുക, ഒരു വാക്ക് മാത്രം. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. ഇതാണ്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. അപ്പൊ ക്രൈസ്തവ സഭയിൽ ഇങ്ങനെ ഒരു വിശ്വാസത്യാഗം സംഭവിച്ചുവോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത്. ഇന്നത്തെ ആചാരങ്ങളെല്ലാം
ഈ വിശ്വാസത്യാഗത്തിന്റെ ഫലമായി സഭയിൽ കടന്നുകൂടിയ സഭയുടെ നേട്ടങ്ങൾക്കും പുരോഹിത വർഗത്തിന്റെ അവരുടെ അവരുടെ നേട്ടം മാത്രം ലക്ഷ്യമാക്കി രൂപീകരിച്ച ആചാരങ്ങളാണോ ഇവ എന്നുള്ളത് നാം പരിശോധിക്കണം. അപ്പൊ അതിനു മുമ്പ് നാം ഒരു വസ്തുത കൂടി, ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ഇപ്രകാരം അപ്പോസ്തലൻ പറയും, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ ക്രൈസ്തവ സഭയുടെ സ്വഭാവം അവരെങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അവർ ഒരു വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു പ്രതിസുത വരനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ, ഒരു യുവതിയുടെ സ്വഭാവത്തിലായിരിക്കണം. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പക്ഷേ അപ്പോസ്തലനൊരു സംശയമുണ്ട്. എന്നാൽ ഹൗവ ഉപായത്താൽ, സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളും ഇപ്രകാരം ചതിക്കപ്പെടുമോ എന്നുള്ള വലിയ ആശങ്ക എനിക്കുണ്ട്. നോക്കുക, വീണ്ടും ഇത് തന്നെ അപ്പോസ്തലന്റെ സംശയവും ആ അനുഭവങ്ങൾ, അതിൻ്റെ ഒരു പ്രവചന സ്വഭാവം അതിനുമുണ്ട്. അപ്പൊ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചു. ആ ഉപായം കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ജഡമോഹം, ഇതൊക്കെ ആയിരുന്നു. ഇതുപോലെ തന്നെ നിങ്ങളെ ക്രൈസ്തവ സഭയെയും ഈ ജീവനത്തിന്റെ പ്രതാപവും കൺമോഹവും എല്ലാം ആകർഷിച്ചിട്ട് നിങ്ങളെ ഉപായത്താൽ ചതിക്കും. ആ ഉപായം എന്താണ്? ഇപ്പൊ ഇവിടെ രാജ്യത്തിന്റെ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞത്, പല ഭാഗങ്ങളും ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെയും ദൈവരാജ്യത്തിൽ ക്രിസ്തു അധികാരത്തിൽ ഏൽക്കുന്നതിനെയും സംബന്ധിച്ചുള്ള അനേകം വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിലേക്ക് നാം കടന്നുപോയാൽ ഏറ്റവും വലിയ കൂടുതൽ പ്രവചനങ്ങൾ ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ സംബന്ധിച്ച്, അവൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുന്നതിനെ സംബന്ധിച്ചുള്ള അനുഭവങ്ങളാണ്, അങ്ങനെയുള്ള പ്രവചനങ്ങളാണ്. അപ്പോൾ ഇപ്രകാരം ഇവിടെ ക്രൈസ്തവ സഭയ്ക്ക് എന്ത് സംഭവിക്കാം? ഈ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം ഈ കാലത്ത് തന്നെ ക്രൈസ്തവ സഭ അധികാരത്തിൽ പ്രവേശിക്കേണ്ടതാണ് എന്നുള്ളത് സ്വയം തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ അധികാരത്തിൽ പ്രവേശിക്കുക, ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കാതെ. ഞാൻ ഇതിലേക്ക് കടന്നു വരാം. ഇങ്ങനെയുള്ള 2-3 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം ഈ ഒരു കാര്യം ചിന്തിക്കുന്നത്. അപ്പോൾ ക്രൈസ്തവ സഭയുടെ അതിന്റെ ശൈശവ കാലത്തെക്കുറിച്ച് നാം കടന്നു നോക്കുക. 1-ാം നൂറ്റാണ്ട്, തീർച്ചയായും 1-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എന്താ, ഈ ക്രൈസ്തവ സഭയിൽ ലോകപ്രകാരം ലോകത്തിന്റെ അംഗീകാരം നേടിയിട്ടുള്ള ഏതെങ്കിലും തലങ്ങളിൽ പ്രശസ്തരായിട്ടുള്ളവരോ അധികാരമുള്ളവരോ ഒന്നും ഉണ്ടായിരുന്നില്ല. കേവലം സമൂഹത്തിലെ താഴേക്കിടയിലുള്ള വളരെ ചെറിയൊരു സമൂഹം മാത്രമാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്തുവിനോടൊപ്പം അവനോടൊപ്പം നടക്കുവാനും അവനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ യാത്രയിൽ ജീവപര്യന്തം ഉണ്ടാകുവാനും ഇടയായിട്ടുള്ളത്. ഇങ്ങനെ വളരെ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഒരു വിഭാഗം മാത്രമായിരുന്നു അവർ. അന്ന് 1-ാം നൂറ്റാണ്ടിൽ ഇവിടെ നിലനിൽക്കുന്നത് റോമൻ ആധിപത്യമാണ്. അപ്പൊ ഈ റോമൻ ആധിപത്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിധത്തിലുമുള്ള പ്രവർത്തികൾ ഈ ചെറിയ സമൂഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കാര്യമായ ഒരു ഭീഷണികളും ഒരു ഉപദ്രവങ്ങളും കാര്യമായ രീതിയിൽ ഉണ്ടാകാതെ തന്നെയാണ് ക്രൈസ്തവ സഭ 1-ാം നൂറ്റാണ്ടിൽ കടന്നുപോയത്. അപ്പൊ 2-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് വ്യക്തികൾ, നമുക്ക് വേണേ അവരെ സഭാപിതാക്കന്മാരെന്ന് വേണേ വിളിക്കാം. പോളികാർപ്പ്, ഇഗ്നേഷ്യസ്, ജസ്റ്റിൻ മാർട്ടിർ, ക്ലെമന്റ് മുതലായ ചില വ്യക്തികൾ ക്രൈസ്തവ സഭയുടെ ആദിമ അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ ഉപദേശങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കുവാൻ തക്കവണ്ണം അതിന് ശക്തരായി ദൈവം തിരഞ്ഞെടുത്ത ചില വ്യക്തികൾ തന്നെയാണ്. ആരൊക്കെയാണ്? പോളികാർപ്പ്, ഇഗ്നേഷ്യസ്, ജസ്റ്റിൻ മാർട്ടിർ, ക്ലെമന്റ് മുതലായ വ്യക്തികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരും എങ്ങനെയാ? ഇവരും ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചിരുന്നതും പ്രചരിപ്പിച്ചിരുന്നതും
അത് വലിയ അവരുടെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഒളിച്ചും പാത്തും ഏതെങ്കിലും മാളിക മുകളിൽ ചെറിയ സംഘങ്ങളെ ആയി രൂപീകരിക്കപ്പെട്ട് അവിടെ ദൈവത്തിന്റെ വചനം പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നവരാ. അവര് വലിയ ഒരു ചെറിയ ഗ്രൂപ്പ് ആയിരുന്നു അവര്. എന്നാൽ അത് കഴിഞ്ഞു 2-ാം നൂറ്റാണ്ട് ഇവിടെയും റോമൻ ആധിപത്യത്തിലാണ് നടക്കുന്നത്. 3-ാം നൂറ്റാണ്ടായപ്പോഴേക്ക്, ഇത് ഞാൻ വളരെ ഹ്രസ്വമായി പറഞ്ഞു പോയി, അല്ലെങ്കിൽ സമയം കിട്ടുകയില്ല. 3-ാം നൂറ്റാണ്ടായപ്പോൾ ഇവിടെ റോമൻ ആധിപത്യം ആരുടെ കയ്യിലേക്ക് വന്നു? ഇവിടെ ഡയക്ലേഷ്യൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ കീഴിലേക്ക് റോമൻ ആധിപത്യം മാറി. അപ്പം ഇവിടെയുള്ള എല്ലാ യഹൂദന്മാരും യഹൂദനിൽ നിന്ന് ക്രൈസ്തവരായിട്ടുള്ളവരും അവരെല്ലാവരും ഈ ഡയക്ലേഷ്യന്റെ കീഴിലായിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്നത് നീറോ ചക്രവർത്തിയാണ്, വളരെ ദുഷ്ടനായ ചക്രവർത്തിയാണ്. എന്നിട്ട് പോലും ആ വ്യക്തിയും ഭാഗത്തു നിന്നും ഒരു പരിധിയിൽ കൂടുതലുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ഡയക്ലീഷ്യന്റെ കാലം വന്നു, സംഗതിയാകെ മാറി. വിശുദ്ധ വേദപുസ്തകം അത് നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ ഡയക്ലീഷ്യന്റെ ഏറ്റവും വലിയ വീര്യപ്രവൃത്തിയായിട്ട് കണ്ടത്. അദ്ദേഹം അന്ന് ഉണ്ടായിരുന്ന ഈ പറഞ്ഞ തിരുവെഴുത്തുകൾ, ദൈവത്തിന്റെ വചനങ്ങൾ, അവയെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് അതിൻ്റെ മുകളിൽ, ആ ചാരത്തിന്റെ മുകളിൽ എന്ത് തീർത്തു? ഒരു പ്രതിമയോ അല്ലെങ്കിൽ അതിനൊരു സ്മാരകമോ പണിതു. എന്നിട്ട് ആ സ്മാരകത്തിൽ എഴുതി വെച്ചു, ദ നെയിം ഓഫ് ക്രിസ്ത്യൻ ഈസ് എക്സ്റ്റിങ്ക്വിഷ്ഡ് എന്ന്. നോക്കുക, ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് തന്നെ അത് ഉന്മൂലമായി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എഴുതി വെച്ചത്. അങ്ങനെ ഈ പറഞ്ഞ ഡയക്ലീഷ്യൻ ഇപ്രകാരം വളരെ ഹീനമായ രീതിയിൽ വേദപുസ്തകം തന്നെ നശിപ്പിക്കുവാൻ. അപ്പൊ ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ദൈവാത്മനിശ്വസ്തമാണ് എന്നുള്ള കാര്യം നാം ചിന്തിക്കുമ്പോൾ അതിന്റെ മുഖ്യമായ ഒരു പോയിന്റ് ഇത് തന്നെയാണ്. അന്നത്തെ ഭരണകൂടങ്ങളെല്ലാം ഒന്നടങ്കം പരിശ്രമിച്ചു ഈ പുസ്തകത്തെ നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഭരണ ലക്ഷ്യമായി അവർ കണ്ടു. ഈ പുസ്തകം നശിപ്പിക്കാൻ അവർ കണ്ടെത്തിയ ഒരു മാർഗം, ആരൊക്കെ ഈ പുസ്തകം കയ്യിൽ കൊണ്ടു നടക്കുന്നുണ്ട് അവരെയെല്ലാം നിർദ്ദയം ചുട്ടുകരിച്ചു, അവരെ നിർദ്ദയം രക്തസാക്ഷികളാക്കിയവരെല്ലാം. അങ്ങനെ അത് പരിഭാഷപ്പെടുത്തിയവരായിക്കോട്ടെ, പരിഭാഷ കർത്താക്കള്, അത് ഉപദേശിക്കുന്നവർ, കയ്യിൽ കൊണ്ടു നടക്കുന്നവർ, ഇവരെയെല്ലാം അപ്രകാരം നിർദ്ദയം അവരെ ചുട്ട് കരിച്ച ഒരു അനുഭവങ്ങളുണ്ട്. അതാണ് വേദപുസ്തകത്തിന്റെ അനുഭവം. ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്, വേദപുസ്തകം എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തിൽ ഏറ്റവും അംഗീകാര യോഗ്യമായ, സ്നേഹിക്കേണ്ട ഒരു പുസ്തകമാണ്, പക്ഷെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു പുസ്തകമാണെന്നവർ. ഈ ലോകത്തിൽ നമുക്ക് സ്നേഹിക്കുവാൻ, നമുക്ക് അനുകരിക്കുവാൻ പോരുന്ന ഏതൊരു പുസ്തകത്തെയും വെല്ലുന്ന ഒന്നാണ് ഈ വേദപുസ്തകം. പക്ഷേ അതുപോലെ തന്നെ അത്രയേറെ തിരസ്കരിക്കപ്പെടുകയും വെറുക്കപ്പെടുകയും ചെയ്തിട്ടുള്ള പുസ്തകം കൂടിയാണ് ഇത് എന്ന്. വെറുത്തതെല്ലാം ഇതിന്റെ എതിരാളികളാണ് അതിനെ വെറുത്തിട്ടുള്ളത്. കാരണം അവരുടെ ഭരണത്തിനോ ജീവിതത്തിനോ പലപ്പോഴും അസ്വസ്ഥത ഉളവാക്കിക്കൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ വേദപുസ്തകത്തെ നശിപ്പിക്കുവാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുള്ളവരുണ്ട്. 1770 കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ഫ്രഞ്ച് ചിന്തകൻ, വാൾട്ടേർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ചിന്തകനാണ്. അദ്ദേഹം പറഞ്ഞു, 100 വർഷങ്ങൾക്കുള്ളിൽ ഈ വേദപുസ്തകം ലോകത്തു നിന്നും ഉച്ചാടനം ചെയ്യപ്പെടും, ഇല്ലാതെയായിത്തീരും, ഒരു കോപ്പി പോലും കണ്ടെടുക്കാൻ ഇല്ലാതെ വരും എന്ന് അഭിപ്രായപ്പെട്ട ഒരു വ്യക്തിയാണ് വാൾട്ടേർ എന്ന് പറയുന്നത്. അത് 1776 ഒരു ഫ്രഞ്ച് ചിന്തകനാണ്. പക്ഷെ നിങ്ങൾ നോക്കുക, 100 വർഷത്തെ കാലമാണ് ആ വ്യക്തി കൊടുത്തത്. പക്ഷെ 100 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചത്? ഈ വാൾട്ടേറിന്റെ ഭവനം തന്നെ ഒരു ജനീവ ബൈബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ ആസ്ഥാനമായി മാറി. നിങ്ങൾ നോക്കുക, ഇതാണ് പറഞ്ഞത്, എങ്ങനെ ഇസ്രയേലിനെ കൈപിടിച്ച് മടക്കി കൊണ്ടുവന്ന ആ യഹോവ, അവനാണ് ഇസ്രയേലിന്റെ ദൈവം, ജീവനുള്ള ദൈവമെങ്കിൽ ആ ദൈവം എഴുതിയ ഈ പുസ്തകത്തെ നശിപ്പിക്കണമെന്ന് ചിന്തിച്ചിട്ടുള്ളവർ. വാൾട്ടേർ പറഞ്ഞതാണ്, 100 വർഷത്തിനുള്ളിൽ ഈ പുസ്തകം ലോകത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെടും.
അതിൻ്റെ ഒരു കോപ്പി പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭവനം തന്നെ ഒരു ബൈബിൾ സൊസൈറ്റി, ജനീവ ബൈബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ആ സൊസൈറ്റിയുടെ ആസ്ഥാനമായി മാറുകയും അവിടെ ബൈബിൾ പ്രിന്റിങ്ങും പരിഭാഷകളും എല്ലാം അവിടെ നടത്തുവാൻ സാധിക്കുകയും ചെയ്തു. എത്ര അത്ഭുതകരമാണ്! നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ വേദപുസ്തകത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള പല ശക്തികളും നശിച്ചപ്പോഴും ഈ പുസ്തകം നമ്മളിന്ന് നോക്കുക. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും അധികം ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പുസ്തകം ബൈബിളാണ്. ലോകത്തിൽ ഏറ്റവും അധികം രാജ്യങ്ങളിൽ പ്രചരിക്കുന്ന പുസ്തകം ബൈബിളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ മനുഷ്യന്റെ കൈ കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരങ്ങളുണ്ട്. ഇല്ലെങ്കിൽ എങ്ങനെ ഈ പുസ്തകം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കോപ്പികളുള്ള ഒരു പുസ്തകമായി മാറും? അത് നിങ്ങൾ ചിന്തിക്കുക പ്രിയമുള്ളവരെ. അപ്പോൾ ഈ പറഞ്ഞ ഡയക്ലീഷ്യന്റെ കാലത്തുണ്ടായ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 3-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ച 2 വ്യക്തികൾ ഉണ്ടായിരുന്നു. ഒന്ന് ഒറിഗൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാ, മറ്റൊന്ന് തെർത്തുല്യൻ എന്ന് പറയാം. ഇവരെയും നമുക്ക് സഭാപിതാക്കന്മാരെന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ ഒറിഗൻ എന്ന് പറയുന്ന വ്യക്തി അലക്സാണ്ട്രിയയിൽ ഉള്ള ഒരു ബൈബിൾ പഠന കേന്ദ്രത്തിൽ ബൈബിൾ പഠിപ്പിക്കാൻ സാധിച്ച, കേവലം 18-ാമത്തെ വയസ്സിൽ വേദപുസ്തകം പഠിപ്പിക്കാൻ അവസരം ലഭിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു തീക്ഷ്ണശാലിയായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ വ്യക്തി തന്നെ ദുരുപദേശങ്ങളുടെ ഉപജ്ഞാതാവായി മാറി. അദ്ദേഹത്തെ ഭരിച്ചത് അന്നത്തെ ഗ്രീക്ക് ചിന്തകന്മാരായിരുന്ന പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ മുതലായ വ്യക്തികളുടെ ചിന്താഗതികൾ ഈ ഒറിഗനെ സ്വാധീനിച്ചു. അതുകൊണ്ടെന്താ, ആത്മാവിന്റെ അമർത്യത എന്നുള്ള ആ ദുരുപദേശം വ്യാപിപ്പിക്കുവാൻ, പ്രചരിപ്പിക്കുവാൻ ഈ വ്യക്തിക്ക് സാധിച്ചു. അടുത്തൊരു വ്യക്തിയാ തെർത്തുല്യൻ എന്ന് പറയുന്നത്. ഈ വ്യക്തി ഒരു നോർത്ത് ആഫ്രിക്കൻ രാജ്യത്ത്, നോർത്ത് ആഫ്രിക്കയിൽ ജനിക്കുകയും ഒരു വിജാതീയ ഭവനത്തിൽ ജനിച്ചവനാണ്. പക്ഷെ ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ സാധിച്ചു. ദൈവത്തിന്റെ വചനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ, രക്ഷയുടെ സന്ദേശം അവർക്ക് നൽകുവാൻ സാധിച്ചു. പക്ഷേ ആ വ്യക്തിയും നിർഭാഗ്യവശാൽ പിശാചിന്റെ അല്ലെങ്കിൽ സാത്താന്റെ ദുരുപദേശങ്ങൾ ആ വ്യക്തിയെയും ബാധിച്ചു. ഇവിടെയാണ് നാം ഒരു സുവിശേഷത്തിലെ ഭാഗത്തേക്ക് പോകുന്നത്. എവിടെയാ? മനുഷ്യപുത്ര ഉറങ്ങിയപ്പോൾ ദുഷ്ടൻ കളവിതച്ചു എന്ന് പറയുക. നോക്കുക, പ്രവചനം, ഇതൊരു പ്രവചനമാണ്. മനുഷ്യപുത്ര ഉറങ്ങിയപ്പോൾ എവിടെയാ? ഈ വയലിൽ, ഈ സുവിശേഷ വേലയാകുന്ന വേലയുടെ വയലിൽ ദുഷ്ടൻ വന്ന് കള വിതച്ചു. ദുരുപദേശമാകുന്ന കളകൾ വിതയ്ക്കുവാൻ ഈ പറഞ്ഞ 2-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 3-ാം നൂറ്റാണ്ടിലൊക്കെ ആരംഭമായി. അപ്പൊ തെർത്തുല്യൻ വിതച്ച ആ ദുരുപദേശം എന്ന് പറയുന്നത് ത്രിയേക ദൈവവിശ്വാസമാണ്. തൃത്വവിശ്വാസം, അല്ലെങ്കിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവ 3ഉം ഒരു ദൈവമാണെന്നും അതേസമയം ഇത് 3ഉം വ്യത്യസ്ത ദൈവങ്ങളാണെന്നും പ്രഖ്യാപിക്കുന്ന ത്രിയേക ദൈവവിശ്വാസം ഇതൊരിക്കലും ബൈബിളിന്റെ ഉപദേശത്തിന്റെ അയൽവക്കത്ത് കടന്നുപോയിട്ടുള്ളതല്ല പ്രിയമുള്ളവരെ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പൊ തെർത്തുല്യൻ വഴി കടന്നു വന്ന ഒരു ദുരുപദേശമാണ് തൃത്വോപദേശം. അപ്പൊ അങ്ങനെ, എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നു, ഈ ഡയക്ലീഷ്യന് ശേഷം ഏതാണ്ട് ഡയക്ലീഷ്യൻ ഇത് പ്രഖ്യാപിച്ചു, ഇനി ബൈബിൾ ഉന്മൂലമായി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് 25 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു ഭരണാധികാരി റോമൻ ആധിപത്യത്തിലേക്ക് വന്നു. അത് മറ്റാരുമായിരുന്നില്ല, കുസ്തന്തീനോസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണ്. അദ്ദേഹം 312 ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടു. ആ യുദ്ധം ജയിക്കുവാൻ അദ്ദേഹത്തിന് സഹായമായത് ക്രിസ്തുവിന്റെ ചില ശബ്ദങ്ങളാണ്, ചില വാക്കുകളാണ്. ആ ക്രിസ്തു എന്ന പദത്തിന്റെ 2 അക്ഷരങ്ങളാണ്, ആദ്യത്തെ 2 അക്ഷരങ്ങളാണ് അദ്ദേഹത്തെ ഈ യുദ്ധം നയിക്കുവാൻ തക്കവണ്ണം അതിനുള്ള ഒരു കൊടി അടയാളമായി കിട്ടിയത് എന്നുള്ള ആ ഒരു അനുഭവം അദ്ദേഹത്തിന്, ഒരു യുദ്ധം അദ്ദേഹം ജയിച്ചു. ഉടനെ അദ്ദേഹം തിരഞ്ഞെടുത്തത് ക്രിസ്തുമതം സ്വീകരിക്കുക എന്നുള്ളതാണ്.
അപ്പൊ അതുവരെ ജാതീയനായിരുന്ന ഈ കുസ്തന്തീനോസ് ക്രിസ്തുമതം സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ നോക്കുക. അപ്പം അദ്ദേഹം ആദ്യം പറഞ്ഞത്, ഒരു ബൈബിളിന്റെ ഒരു കോപ്പിയെങ്കിലും എന്റെ സമക്ഷത്ത് കൊണ്ടുവരുന്നവർക്ക് ഞാൻ നൽകുന്ന പാരിതോഷികം വളരെ വലുതായിരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അധികാരത്തിലേക്ക് കയറുന്നത്. അപ്പൊ ഇവിടെ വേദപുസ്തകത്തിന്റെ നല്ല കാലം, അതിന്റെ ശുഭകാലം ആരംഭിച്ചുവെന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഈ ഒരു കോപ്പി കൊണ്ടുവരാൻ അദ്ദേഹം ചോദിച്ചപ്പോൾ, ഒരു കോപ്പിയെങ്കിലും കൊണ്ടുവരാൻ ചോദിച്ചപ്പോൾ 50 കോപ്പികൾ അദ്ദേഹത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അതിനുശേഷം എന്തുണ്ടായി? AD 322 ഒരു വിളംബരമുണ്ടായി. മിലാൻ വിളംബരം, എഡിക്റ്റ് ഓഫ് മിലാൻ എന്ന് പറയും. ഈ മിലാൻ വിളംബരത്തിൽ കൂടെ അദ്ദേഹം ചെയ്തത് ക്രൈസ്തവ മതത്തെ ഒരു രാജകീയ മതമായി അംഗീകരിക്കുകയായിരുന്നു. നോക്കുക, ക്രിസ്തു മതത്തിന്റെ നല്ല കാലം ഉദിച്ചു എന്ന് നിങ്ങളിൽ പലർക്കും തോന്നാം. അതുവരെ ഉണ്ടായിരുന്ന പീഡനങ്ങൾ, ഡയക്ലോഷ്യന്റെ കാലത്തുണ്ടായിരുന്ന പീഡനങ്ങളൊക്കെ അവസാനിച്ചു. പീഡിത സഭയായിരുന്ന ക്രൈസ്തവ സഭ ഒരു രാജകീയ മതമായി മാറി. എത്ര അത്ഭുതകരമായിരിക്കുന്ന ഒരു വളർച്ചയാണ്! ഒരു കടുകുമണിയുടെ ഉപമ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇത് വളരാൻ തുടങ്ങി. അപ്പൊ എന്തു പറഞ്ഞു ഈ കുസ്തന്തീനോസ്? ക്രൈസ്തവ സഭകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തന്റെ രാജ്യത്ത് ചെയ്തു കൊടുത്തു. സാമ്പത്തികമായ ഉന്നമനങ്ങൾ, സാമ്പത്തികമായി വളരെ വരുമാനങ്ങൾ, ആ സഭകൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനുള്ള സൗകര്യങ്ങൾ, സ്ഥലങ്ങൾ, ഇതെല്ലാം അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഏറ്റവും ഉന്നതമായിരിക്കുന്ന, ഉത്കൃഷ്ടമായിരിക്കുന്ന ഒരു സഭയാണ് ക്രൈസ്തവ സഭ എന്ന് പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ഈ കുസ്തന്തീനോസിന് സാധിച്ചു. നമ്മൾ നോക്കുക, അപ്പോൾ എന്തായി? ഇത് രാജകീയ സഭയായി മാറി. അവിടെ ക്രൈസ്തവ സഭയുടെ ഉന്നതിയല്ല, അവിടെ ക്രൈസ്തവ സഭ വിശ്വാസത്യാഗിനിയായ സഭയായി മാറുന്ന ഒരു സംഭവത്തിലേക്ക് ഇതിന് ചുവട് വെച്ചു. ഇതിന്റെ തുടക്കം അവിടെയാ കുറിക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ടായി? കുസ്തന്തീനോസ് അദ്ദേഹം വിശ്വസിച്ചിരുന്ന, ജനിച്ചു വളർന്ന ജാതീയ വിശ്വാസങ്ങൾ, ഗ്രീക്ക് വിശ്വാസങ്ങൾ, ജാതീയ വിശ്വാസങ്ങൾ, ഇതെല്ലാം ക്രൈസ്തവ സഭയിലേക്ക് കൊണ്ടുവരുവാനും അങ്ങനെ തൻ്റെ കൂട്ടത്തിലുള്ളവരെ കൂടെ ക്രിസ്ത്യാനികളാക്കാനുള്ള എളുപ്പമാർഗം ഈ ജാതീയ വിശ്വാസങ്ങൾ ക്രിസ്തീയമാണെന്ന് പ്രചരിപ്പിക്കുക, അത് ആചരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. പക്ഷേ നാം മനസ്സിലാക്കുക, അവിടെ ഉണ്ടായ അനുഭവം, ക്രൈസ്തവ സഭയുടെ പ്യൂരിറ്റി, അതിൻ്റെ നിർമ്മലത, അത് നഷ്ടപ്പെട്ടു. അവിടെ ദുരുപദേശമാകുന്ന വിത്ത് വിതയ്ക്കാൻ തുടങ്ങി. അപ്പൊ അതിൽ ആദ്യത്തെ ദുരുപദേശം ഞാൻ പറഞ്ഞു, ആത്മാവിന്റെ അമർത്യത എന്നുള്ളത് ഈ യവന ഫിലോസഫർമാരുടെ, തത്വചിന്തകന്മാരുടെ ആശയത്തെ പിന്തുടർന്ന് ദൈവവചനത്തിന്റെ പ്രഘോഷകൻ എന്ന് സ്വയം അഭിമാനിച്ച ഒറിഗനും ദൈവം ഏകനെന്ന് ബൈബിൾ വെളിപ്പെടുത്തിയപ്പോൾ അതിനപ്പുറം ദൈവം ത്രിയേകനാണെന്ന് ലോകത്തിലുള്ള മറ്റ് എല്ലാ മതവിശ്വാസങ്ങളോടൊപ്പം പ്രഖ്യാപിക്കുകയും ചെയ്ത തെർത്തുല്യനും, അതിനുശേഷം ഈ ജാതീയ വിശ്വാസങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുമസ് ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വന്നത്? ഇതൊരു ജാതീയ വിശ്വാസമാണ്. ക്രിസ്തു ഡിസംബർ 25 ജനിച്ചു എന്നുള്ളത് വളരെ തെറ്റായ ഒരു കണ്ടെത്തലാണ്. ക്രിസ്തു ഒരിക്കലും ഡിസംബർ 25 അല്ല ജനിച്ചത്. ഈ ക്രിസ്തുവിന്റെ ജനന ദിവസം ആചരിക്കുവാൻ ക്രിസ്തു ബൈബിളിൽ ഒരിടത്തും നമ്മൾ കാണുകയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ബൈബിൾ എങ്ങനെ അശുദ്ധമാക്കപ്പെട്ടു, മലിനമാക്കപ്പെട്ടു എന്നുള്ളതാണ്. മറ്റൊരു വസ്തുതയിലേക്ക് വരികയാണ്. ഈ കാലം കൊണ്ട് എന്തുണ്ടായി? അവസാനം ക്രൈസ്തവ സഭ, റോമിലായിരുന്നു ക്രൈസ്തവ സഭ, പല പ്രദേശങ്ങളിലും സഭകൾ രൂപപ്പെട്ടു. എന്നാൽ റോമിലെ സഭയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ അധികാരങ്ങളും സമ്പത്തും കൈവന്നത്. അപ്പൊ ഈ സഭ, അതിലെ മൂപ്പൻ, ഇന്ന് ബിഷപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നില്ലേ, അതൊരു മൂപ്പൻ എന്നുള്ള പദമാണ്. അപ്പൊ റോമിലെ സഭയുടെ മൂപ്പൻ ക്രൈസ്തവ സഭയുടെ ഒരു പരമാധ്യക്ഷനായി മാറ്റപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് നാം വരുന്നത്. നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും പ്രിയമുള്ളവരെ, ഈ ഒരു ചരിത്രം നാം മനസ്സിലാക്കി പോയെങ്കിലേ
ബൈബിൾ കടന്നുകൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ക്രൈസ്തവ മതത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ദുരാചാരങ്ങൾ അതൊരിക്കലും ബൈബിൾ അനുശാസിക്കുന്നതല്ല എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ, എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഏവരെയും അവൻ പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്യങ്ങൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു.